കഥ അന്നൊരു നവംബർ രാത്രിയിൽ. രചന ആഖ്യാനം അരുൺകുമാർ പി വി. അന്നൊരു നവംബർ രാത്രിയായിരുന്നു. കോടമഞ്ഞ് ഒരു വെളുത്ത പുടവ പോലെ നഗരത്തെ പുതച്ചിരുന്നു. നഗരത്തിൻ്റെ പതിവുള്ള തിരക്കുകൾ എങ്ങോ ഒളിച്ചുപോയതുപോലെ. തെരുവുവിളക്കുകൾ മങ്ങി. ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ശബ്ദം പോലും നേർത്തു. റോഡരികിലെ മരങ്ങൾ തണുപ്പിൽ വിറച്ചു നിന്നു. പുറത്തെ തണുപ്പിനേക്കാൾ ഒരു 10 മടങ്ങ് തണുപ്പായിരുന്നു വരുണിൻ്റെ മനസ്സിൽ. അവൻ ബാൽക്കണിയിൽ കൈകളിൽ ഒരു കപ്പ് ചൂടുള്ള കാപ്പിയുമായി കമ്പിവേലിക്ക് മുകളിലൂടെ ദൂരേക്ക് നോക്കി നിന്നു. നഗരത്തിൻ്റെ നിശബ്ദത ചെവിയിലലറി. ഇന്നേക്ക് കൃത്യം 1 വർഷം മുമ്പാണ് ആ രാത്രി സംഭവിച്ചത്. ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. വരുൺ ഒരു കവിയായിരുന്നു. പേരും പ്രശസ്തിയും നേടി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കവിതകൾക്ക് ജീവൻ നൽകിയിരുന്നത് അവനു വേണ്ടി മാത്രം ചിരിക്കുന്ന, അവനു വേണ്ടി മാത്രം ജീവിച്ച അവൻ്റെ പ്രിയതമയായ പ്രിയയായിരുന്നു. പ്രിയ ഒരു ചിത്രകാരിയായിരുന്നു. നിറങ്ങൾ അവളുടെ വിരൽത്തുമ്പിൽ നൃത്തം ചെയ്തിരുന്നു. അവരുടെ ലോകം പരസ്പരം വാക്കുകളും നിറങ്ങളും സ്നേഹവും കൈമാറി സന്തുഷ്ടമായിരുന്നു. കൈകളിലെ കാപ്പി തണുത്തുപോയിരുന്നു. വരുൺ ഓർമ്മകളുടെ ചൂടിൽ നിന്നും ഞെട്ടിയുണർന്നു. കഴിഞ്ഞ നവംബർ രാത്രിയിൽ, ഇതുപോലെ ഒരു തണുത്ത രാത്രിയിൽ, ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരുടെ കാർ അപകടത്തിൽപ്പെട്ടു. വരുണിന് ചെറിയ പരുക്കുകൾ മാത്രം. പക്ഷേ പ്രിയയെ ആ രാത്രി കോടമഞ്ഞിൻ്റെ തണുപ്പിലേക്ക് മരണം കൂട്ടിക്കൊണ്ടുപോയി. അവൻ്റെ കവിത്വം വറ്റി വരണ്ടു. പേനയിലെ മഷി ഉണങ്ങി. പ്രിയയില്ലാത്ത ലോകം അവനൊരു വർണ്ണരഹിതമായ വരികളില്ലാത്ത താളായി മാറി. ഓരോ നവംബർ രാവും ഒരു വലിയ മുറിവായി അവശേഷിച്ചു. ഈ 1 വർഷത്തിനിടയിൽ അവൻ വീട് മാറിയില്ല. പ്രിയയുടെ ചിത്രങ്ങൾ, അവൾ ഉപയോഗിച്ചിരുന്ന ബ്രഷുകൾ, അവളുടെ ചിരിയുടെ അലകൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന ഈ വീട്ടിൽ അവൻ ഏകാന്തതയുടെ കൂട്ടുകാരനായി കഴിഞ്ഞു. അവൻ്റെ കണ്ണുകൾ അറിയാതെ ആ വീടിൻ്റെ അകത്തേക്ക് പാഞ്ഞു. പ്രിയ അവസാനമായി വരച്ച് പൂർത്തിയാക്കാത്ത ഒരു ചിത്രം, അതാണ് അവനെ ഏറ്റവും കൂടുതൽ അലട്ടിയത്. വരുൺ പതിയെ അകത്തേക്ക് നടന്നു. മുറിയിൽ സ്റ്റാൻഡിൽ താങ്ങി നിർത്തിയിരുന്ന ക്യാൻവാസ് അവനെ നോക്കി നിന്നു. ചിത്രം പൂർണ്ണമായിരുന്നില്ല. ക്യാൻവാസിൻ്റെ മധ്യത്തിൽ ഒരു കുന്നിൻ മുകളിലെ ഏകാന്തമായ ഒരു വീട്, ചുറ്റും ഇരുണ്ട മരങ്ങൾ, വീടിന് പിന്നിലായി ഒരു വലിയ നിലാവ്. ആ ചിത്രം കാണുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ അതൊരു ദുഃഖകരമായ രംഗമായി തോന്നാം. പക്ഷേ പ്രിയ ആ ചിത്രത്തിന് നൽകാൻ ഉദ്ദേശിച്ച ഒരു നിറം ബാക്കിയുണ്ടായിരുന്നു. വീടിൻ്റെ ജനാലയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകേണ്ടിയിരുന്ന സ്വർണ്ണ നിറത്തിലുള്ളൊരു പ്രകാശം. ഇതൊരു പ്രതീക്ഷയുടെ വെളിച്ചമാണ് വരുൺ. എത്ര ഇരുണ്ട രാത്രിയിലും നമ്മൾ സ്നേഹത്തോടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ വെളിച്ചം നമ്മളെ കാക്കും, അവൾ പറഞ്ഞത് അവൻ്റെ കാതിൽ മുഴങ്ങി. പ്രിയയുടെ മരണശേഷം വരുൺ ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ടേയില്ല. ആ പ്രതീക്ഷയുടെ വെളിച്ചമില്ലാതെ അത് വെറുമൊരു ശൂന്യതയുടെ ചിത്രമായി അവശേഷിച്ചു. ഇന്ന് 1 വർഷത്തിന് ശേഷം അവൻ അതിൻ്റെ അടുത്ത് നിന്നു. അവൻ്റെ കൈകൾ വിറച്ചു. അവൻ ചുമരിലെ വലിയ കണ്ണാടിയിലേക്ക് നോക്കി. താടി വളർന്നു, കണ്ണുകൾ കൊഴിഞ്ഞു, ചിരി മാഞ്ഞുപോയ അവൻ്റെ പ്രതിരൂപം. അവൻ പതിയെ പ്രിയയുടെ പെയിൻറ്റിംഗ് ഉപകരണങ്ങൾ വെച്ചിരുന്ന പെട്ടി തുറന്നു. ഉണങ്ങിയ ചായങ്ങളുടെ മണം പ്രിയയുടെ ഓർമ്മകളെ ഒരു തിരമാല പോലെ അവൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അവൻ ആ മുറിയിൽ വെറുതെ ഇരുന്നു. പുറത്തെ മഞ്ഞ് കട്ടിയായി, തണുപ്പ് ഉള്ളിലേക്ക് ഇരച്ചു കയറി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ചായപ്പെട്ടിയിലെ ഒരു ചെറിയ കുപ്പിയിലുടക്കി. അത് പ്രിയ സൂക്ഷിച്ചിരുന്ന, അവൾ സ്വർണ്ണ വെളിച്ചം നൽകാനായി കരുതിയിരുന്ന ഒരു പ്രത്യേക തരം തിളക്കമുള്ള മഞ്ഞ ചായമായിരുന്നു. ആ നിറം അവൻ അറിയാതെ സ്വന്തം കവിതകളിലും പകർത്തിയിരുന്നു. വരുണിൻ്റെ ഉള്ളിൽ ഒരു വികാരമുണർന്നു, ഒരു തരം ആഗ്രഹം. പ്രിയയ്ക്ക് വേണ്ടി, അവരുടെ സ്നേഹത്തിന് വേണ്ടി ആ ചിത്രം പൂർത്തിയാക്കണം. ആ പ്രതീക്ഷയുടെ വെളിച്ചം അതിൽ വരയ്ക്കണം. അത് പ്രിയയോടുള്ള അവൻ്റെ യാത്രയപ്പായിരിക്കും. അവൻ്റെ ദുഃഖത്തിന് ഒരു അവസാനം കുറിക്കലായിരിക്കും. അവൻ മടിച്ചു. ഈ 1 വർഷം പേനയെടുക്കാത്ത കൈകൾക്ക് ബ്രഷ് എടുക്കാനാകുമോ? എങ്കിലും ഒരു ശക്തി അവനെ മുന്നോട്ട് നയിച്ചു. അവൻ്റെ ഉള്ളിലെ കവി പ്രിയയുടെ ചിത്രത്തിലൂടെ സംസാരിക്കാൻ വെമ്പൽ കൊണ്ടു. വരുൺ പതിയെ ചായം കലർത്തി. അവൻ്റെ കൈകൾക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള കവിത എഴുതിയിരുന്ന അതേ വേഗതയും ശ്രദ്ധയും കൈവന്നതുപോലെ. സ്വർണ്ണ നിറമുള്ള മഞ്ഞച്ചായം ബ്രഷിൽ പകർത്തി അവൻ്റെ കണ്ണുകൾ ക്യാൻവാസിലേക്ക് താഴ്ന്നു. ആ തണുത്ത നവംബർ രാത്രിയിൽ അവരുടെ ഏകാന്തമായ വീട്ടിലേക്ക് അവൻ സ്വർണ്ണപ്രകാശം നൽകാൻ തുടങ്ങി. ബ്രഷ് ക്യാൻവാസിൽ ചലിച്ചു. ഒരു നിമിഷം അവനൊരു മാന്ത്രികത അനുഭവപ്പെട്ടു. മങ്ങിയ കുന്നും ഇരുണ്ട മരങ്ങളും ഏകാന്തമായ വീടും പതിയെ മാറി. ജനലിൻ്റെ ചതുരത്തിലൂടെ ഒഴുകിയെത്തിയ ആ ചെറിയ സ്വർണ്ണത്തിളക്കം ചിത്രത്തിന് മൊത്തത്തിൽ ഒരു പുതിയ ജീവൻ നൽകി. ആ വീട് ഇനി ഏകാന്തമായിരുന്നില്ല. ആ വെളിച്ചം ചുറ്റുമുള്ള ഇരുട്ടിനെ ചെറുത്ത് സ്നേഹത്തിൻ്റെയും ഓർമ്മകളുടെയും ഒരു കോട്ടയായി അവിടെ നിന്നു. അവൻ ബ്രഷ് താഴെ വെച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ ആ ചിത്രം നോക്കി നിന്നു. കണ്ടോ വരുൺ, എത്ര ഇരുണ്ട രാത്രിയിലും നമ്മുടെ സ്നേഹം ഒരു വെളിച്ചമായി എരിയുന്നു. അതൊരിക്കലും അണയില്ല. പ്രിയയുടെ ശബ്ദം അവൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി. അത് ദുഃഖമായിരുന്നില്ല, അതൊരു വാഗ്ദാനമായിരുന്നു. വരുൺ കണ്ണാടിയിലേക്ക് നോക്കി. തൻ്റെ കണ്ണുകളിൽ അവൻ വർഷങ്ങൾക്ക് ശേഷം ഒരു തിളക്കം കണ്ടു. അത് സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നില്ല, അത് ആശ്വാസത്തിൻ്റെയും മുൻപോട്ട് പോകാനുള്ള ധൈര്യത്തിൻ്റെയും വെളിച്ചമായിരുന്നു. പ്രിയ അവനെ വിട്ടുപോയെങ്കിലും അവളുടെ ആത്മാവ് അവൻ്റെ കവിതകളിലും അവളുടെ പ്രതീക്ഷ ഈ ചിത്രത്തിലും എന്നും നിലനിൽക്കും.